ടെക്നിക്കൽ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിനായി മല്ലു ടെക് ടോക്സിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനടുത്തായി കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുന്നതിലൂടെ മല്ലു ടെക് ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഞാൻ തന്നെ ദിവസേന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ നിങ്ങളത് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജിമിൻ. നിങ്ങൾക്കെല്ലാവർക്കും മല്ലു ടെക് ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ടപ്പ് സമയത്ത് അല്ലെങ്കിൽ ബൂട്ടിംഗ് സമയത്ത് ഉണ്ടാകുന്ന അതായത് സ്ലോ ബൂട്ടിംഗ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ബൂട്ടിംഗ് സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഈ മെത്തേഡ് വിൻഡോസ് ഇക്കാലഘട്ടത്തിൽ എക്സ്പയറിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം മാഗ്നിഫിക്കേഷൻ ഓൺ ആക്കാം. അതിനുശേഷം റൺ വിളിക്കേണ്ടതാണ്. ഓക്കെ, റൺ വിളിക്കുന്നതിന് 2-3 മെത്തേഡ് ഉണ്ട്, ഞാൻ പറയാം. ആദ്യം സ്റ്റാർട്ട് ചെല്ലുക, റൺ എന്നടിക്കുക. ഓക്കെ, റൺ എന്ന് വിളിച്ചാൽ റൺ വിൻഡോ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഇതാണ് റൺ വിൻഡോ, റണ്ണിന്റെ ഐക്കണാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിലും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്കുണ്ട്. വിൻഡോസ് കീയും, അതായത് നമ്മളുടെ വിൻ കീ, ഓക്കെ, വിൻ കീ അല്ലെങ്കിൽ വിൻഡോസ് കീയും ആറും ഒരുമിച്ച് അമർത്തുകയാണെങ്കിൽ നമുക്ക് റൺ തുറന്നു കിട്ടും. ഓക്കെ, റൺ തുറന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ MS കോൺഫിഗ് എന്നടിക്കണം. ഓക്കെ, എന്നിട്ട് എൻ്റർ അമർത്തിയാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വിൻഡോയിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിൻഡോസിന്റെ ബൂട്ടിംഗ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ലാഗിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം. ഓക്കെ, അതിവിടെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും വലിയ മാറ്റം വരുത്തേണ്ടതായിട്ടില്ല. ഓക്കെ, പിന്നെ ബൂട്ടും അവിടെ നോക്കേണ്ട സർവീസസ്. ഈ സർവീസസ് ബോക്സിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സർവീസസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആവശ്യമില്ലാത്തത് നമുക്ക് ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ആൾ മൈക്രോസോഫ്റ്റ് സർവീസസ് നമുക്ക് ഹൈഡ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യമുള്ള സർവീസസ് നമുക്ക് ഇതിൻ്റെ അകത്ത്, ആവശ്യമില്ലാത്തത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അൺചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സർവീസസ് പിന്നെ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ താൽക്കാലികമായിട്ട് നമുക്ക് റദ്ദ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് സ്റ്റാർട്ടപ്പ്. ഓക്കെ, സ്റ്റാർട്ടപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ടപ്പിലാണ് പറഞ്ഞു തരുന്നത്. സ്റ്റാർട്ടപ്പ് എക്സ്പിയിലാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് നാവിഗേഷൻ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കാണുന്നതായിരിക്കും. പക്ഷെ വിൻഡോസ് 7 മുകളിലോട്ടുള്ള ഇങ്ങനെ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ടൂൾസ് എടുത്താൽ ടൂൾസിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. അതിന് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടില്ല. സ്റ്റാർട്ടപ്പിൽ ഇവിടെ പറയുന്നത് നമ്മൾ ടാസ്ക് മാനേജറിൽ പോകണമെന്നാണ്. ഓക്കെ, ടാസ്ക് മാനേജറിൽ പോകുന്നതിന് നമ്മൾ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ടാസ്ക് മാനേജർ കിട്ടും. അല്ലെങ്കിൽ Alt Control Delete പ്രസ് ചെയ്താൽ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിന്നും ടാസ്ക് മാനേജർ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ,
ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജർ നിങ്ങൾ എപ്പോഴും ടാസ്ക് മാനേജർ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഒരിക്കൽ എങ്കിലും ടാസ്ക് മാനേജർ ഉപയോഗിച്ചിട്ടുണ്ട്. ടാസ്ക് മാനേജർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഇവിടെ കാണാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ ഓൺ ആണ്, സ്ക്രീൻ റെക്കോർഡർ ഓൺ ആണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ? പക്ഷെ നമ്മൾ പോവേണ്ടത് കണ്ടോ രണ്ടാമത്തേത് CPU പെർഫോമൻസ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, റാമിന്റെ ആപ്സ് ഹിസ്റ്ററി, നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആപ്സിന്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഈ സ്റ്റാർട്ടപ്പിലാണ് നമ്മൾ പോവേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് ഓപ്ഷനും കൂടെ യൂസേഴ്സ് ആണെങ്കിൽ നമ്മൾ എത്ര യൂസർ അക്കൗണ്ട് സമയത്ത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും ഇതിന്. ഓക്കെ, ഡീറ്റെയിൽസ്, ആപ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ, സർവീസസ് നേരത്തെ പറഞ്ഞുള്ള സർവീസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ടപ്പിലോട്ട് പോവാം. അപ്പം സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ടപ്പിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്സ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. ഓക്കെ, അപ്പം കണ്ടോ ഇവിടെ ഇപ്പം സി ക്ലീനർ എന്ന് പറയുന്ന ആപ്സ് അപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സി ക്ലീനർ എന്ന് പറയുന്ന ആപ്പ് ഒരു കാരണം വെച്ചാൽ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഓപ്പൺ ആവത്തില്ല. ഓക്കെ, അതിനെ ഇവിടെ ഫസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പിൽ ആ പ്രോഗ്രാം ഓപ്പൺ ആവണമെങ്കിൽ നമുക്ക് എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് ഈ ആപ്ലിക്കേഷൻ റൺ ആവും. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ എത്ര ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുന്നോ അതിനനുസരിച്ച് ബൂട്ടിംഗ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂട്ടിംഗ് സമയം നമുക്ക് കൂടി വരും. അതായത് കുറേ നേരം എടുക്കും ബൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസേബിൾ ചെയ്ത്, മിക്ക ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നേരത്തെ തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് എന്ത് ചെയ്യും, എനേബിൾ ആവുന്ന രീതിയിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിന്റെ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് അതിൻ്റെ ലോ ആണ്, മീഡിയം ആണ്, ഹൈ ആണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആന്റിവൈറസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ ആന്റിവൈറസ് നിങ്ങൾ സ്റ്റാർട്ടിങ് സമയത്ത് ആന്റിവൈറസ് നിങ്ങൾ ഡിസേബിൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അത് നിങ്ങളുടെ പ്രൊട്ടക്ഷനെ സഹായിക്കുന്നതായിരിക്കും. വേറൊരു ചെറിയൊരു മെത്തേഡും കൂടിയുണ്ട്, അതായത് സ്റ്റാർട്ടിങ് സമയത്ത് ഷിഫ്റ്റ് കീ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂട്ടിംഗ് സമയം നമുക്ക് വളരെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആവശ്യമില്ലാത്ത നമുക്ക് അധികം ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആപ്സ് നമുക്ക് എടുക്കണമെങ്കിൽ അതിന് സിസ്റ്റം ട്രേ എന്ന് പറയുന്ന ടാസ്ക് ബാറിന്റെ ഏത് ഭാഗത്ത്, വലത് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ഓൺ ആണ്, ആന്റിവൈറസ് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്നപ്പോൾ വേണ്ടെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഓക്കെ ക്ലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സിറ്റ് ആയിരിക്കും, അത് ആപ്ലിക്കേഷന്റെ അനുസരിച്ച് മാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ മെത്തേഡ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പം ഇനിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ദിസ് ഈസ് ജിബിൻ സൈനിങ് ഔട്ട് ഫ്രോം മലയാളം ടെക് ടോക്സ്. സയോനാര.